ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഷാമില മോള് ഒറ്റക്കായിട്ട് ഇങ്ങനെ പാവം വിഷമിച്ച് നടക്കുന്നുണ്ട്. അമ്മയും എവിടെയോ പോയി, ചേട്ടനും എവിടെയോ പോയി, ഓളൊറ്റക്കായി. അപ്പം ഇങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വീഡിയോ എടുത്തു. ചെടികളൊക്കെ മാറ്റി വെച്ചു. ഇതൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെടി ഉണ്ടല്ലോ, ഇത് പോയെന്ന് വിചാരിച്ചതാണ്. ഇത് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ അഗ്ലോണിമ കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. ഞാൻ വേറെ പോട്ടിൽ നട്ടു കൊടുത്തു. അപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും ഞാൻ മാറ്റി വെച്ച മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അഡീനിയം ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പോയി. അപ്പം ചെടികളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ആന്തോറിയെല്ലാം അവിടെ ആ സൈഡ് വെച്ചതാണ്. ഇന്നലെ ഞാനെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചു. എല്ലാം പുഴുകുന്നിട്ട് കണ്ടില്ലേ, ഇതിലൊക്കെ ആകെ അലങ്കോലമാക്കിയിട്ടുണ്ട്. ഇനി ഇവരെയെല്ലാം ഒന്ന് കുട്ടപ്പന്മാരാക്കി എടുക്കണം. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റു, സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നേരെ ഗാർഡനിലേക്കാണ് ഇറങ്ങിയത്. രാവിലെ തന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഉച്ചക്കൊന്നും വെയിലായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാനൊന്നും പറ്റൂല. ഇത് വെറുതെ ഇങ്ങനെ ഉമ്മ ക്രോട്ടൺ പ്ലാന്റ് കുത്തി കൊടുത്തതാണ്. ഇവർക്കൊന്നും പിന്നെ അങ്ങനെ വലിയ കെയറിങ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതാ മൂന്ന് ചെടി ഇവിടെ കുത്തിക്കൊടുത്തു. ഇത് ചൂല്, ഇത് ഞാൻ ഗാർഡനിൽ തന്നെ വെക്കുന്നതാണ് അടിച്ചു വരാൻ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജിഞ്ചർ പ്ലാന്റിൻ്റെ വേറെ മോഡല്. ഇതിവിടെ മണ്ണിൽ നട്ടു കൊടുത്താൽ നല്ല അടിപൊളിയായി ബുഷിയായി വരുമെന്ന് വെച്ചിട്ട് ഞാൻ മണ്ണിൽ നട്ടു കൊടുത്തു. ബുഷിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ കാട്ടിയെന്നറിയോ? കുരങ്ങിന് വേണ്ടാതായിട്ടൊന്നുമില്ല. ചെടീൻ്റെ ഈ തണ്ടുണ്ടല്ലോ, തണ്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ നീര് കുടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് ഞാൻ പിന്നെ കിളുത്ത് വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുത്തി കൊടുത്തു. നമ്മുടെ കോളിയാസൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെല്ലാം ചെറിയ ചെറിയ കമ്പുകളെല്ലാം ആക്കിയിട്ട് നട്ടു കൊടുത്തു. പിന്നെ റോസിന് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ കൊടുത്തപ്പം നല്ല വണ്ണമുള്ള റോസായിട്ട് കിട്ടിയിട്ടുണ്ട്. വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ആൾക്കാർ വിചാരിക്കും ഈ പെണ്ണിനെന്താ നേരം വെളുക്കുമ്പം മൊബൈലുമായിട്ട് പുറത്തിറങ്ങിയല്ലോ. ഇതൊക്കെ ഒജീനിയ പ്ലാന്റ് കട്ട് ചെയ്യാനായി. പക്ഷെ എനിക്ക് ശരിക്കും പോലെ അങ്ങ് കട്ട് ചെയ്യാൻ അറിയില്ല. കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പന് മഴയൊക്കെ പോയതുകൊണ്ട് കട്ട് ചെയ്യാനും പേടിയാണ്. പിന്നെ മഞ്ഞക്കോളാമ്പിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. റോസിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി പുഴു തിന്നിട്ട് എല്ലാം ഫെർട്ടിലൈസറെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉഷാറാക്കി എടുക്കണം. ഉഷാറാവുന്നുണ്ട്. പിന്നെ ബ്ലീഡിങ് ഹാർട്ട്, ഇതിൽ പൂ വിരിഞ്ഞു, പൂവെല്ലാം വാടിപ്പോയി. കണ്ടോ, അങ്ങ് താഴോട്ടെല്ലാം ക്ലീൻ ചെയ്തു. മസാണ്ട നോക്കി അടിപൊളിയായിട്ടില്ലേ. പിന്നെ ജമന്തിക്കുട്ടൻ ജമന്തി നമ്മുടെ കടലാസ് പൂവെല്ലാം പൂക്കുന്നുണ്ട്. പിന്നെ സൺസെറ്റ് ബെല്ല്, ഇവന് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട. ഇതിങ്ങനെ നല്ല പോലെ ഉഷാറായി വരും. ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല ഇതിനെ മൈൻഡ് ചെയ്താൽ മൊത്തമായിട്ട് പടർന്ന് പിന്നെ ഞമ്മക്ക് തന്നെ ശല്യം. കാണാൻ നല്ല ഭംഗിയാണേ. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ നമ്പ്യാർവട്ടം, പിന്നെ ബോർഡർ ചെടി ഇതെല്ലാം കണ്ടതല്ലേ. ഇതൊരുപാട് ഒരു 2-3 വർഷം അങ്ങനത്തായി നട്ടിട്ട് ഇപ്പാണ്
പൂവിടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഷാമില ഒറ്റക്കായി പോയോ? ഷാമില ഒറ്റക്കായോ? അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.